അബുദാബി വാഹനാപകടത്തിൽ മരിച്ച 4 കുഞ്ഞുങ്ങൾക്കും യാത്രാമൊഴി ചൊല്ലി UAE. പ്രവാസി സമൂഹത്തിന്റെ കണ്ണീരിനെ സാക്ഷിയാക്കി 4 പേരുടെയും മൃതദേഹം ദുബായിൽ ഖബറടക്കി. 7-അംഗ കുടുംബത്തിൽ 10 വയസ്സുകാരി സഹോദരിയെയും ഉമ്മയെയും ഉപ്പയെയും ഈ ലോകത്ത് ബാക്കിയാക്കിയാണ് ആ 4 പേരും വിട ചൊല്ലിയത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അബുദാബിയിലെ വാഹനാപകടത്തിൽ മരണപ്പെട്ട 4 മക്കളെ കബറടക്കുന്നൊരു രംഗം ഞാൻ കണ്ടു. പടച്ചറബ്ബേ, നെഞ്ചു തകർന്നു പോയ ആ ഉപ്പ വീൽ ചെയറിൽ വന്നിട്ട് ആ മക്കൾ അവസാനമായിട്ട് കാണുന്നൊരു രംഗം. മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നേ വരെ ആ നാട്ടിലില്ലാതെ അത്ര ആയിരക്കണക്കിന് ആളുകളാണ് അവസാനമായിട്ട് അവരെ ഒന്ന് യാത്രയാക്കാൻ വേണ്ടി എത്തിയത്. ഈ ഉമ്മ റുക്സാനയും ഉപ്പ അബ്ദുൽ ലത്തീഫും അതോടൊപ്പം സഹോദരി ഇസയും ഒക്കെ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഈ കുട്ടികളുടെ 4 പേരുടെ മയ്യത്തും ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ ഉപ്പ അത് കണ്ട് ഹൃദയം തകർന്ന് അവർക്കൊക്കെ അന്ത്യചുംബനങ്ങൾ നൽകി. ഉമ്മാക്ക് ആരോടൊന്നും സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഉമ്മ ഒന്നും മിണ്ടാതെ തൻ്റെ മക്കളെ ഏതോ ഒരു ദൂരയാത്രക്ക് പറഞ്ഞയക്കുന്ന പോലെ വസ്ത്രങ്ങളൊക്കെ കഫംപുടയൊക്കെ ഒരുക്കി കൊടുത്തിട്ട് ആ മക്കളുടെ കവിൾത്തടങ്ങളിൽ ചുംബനം നൽകുമ്പോൾ ആ ഉമ്മാൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് എന്താവും? മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗം അനുഭവിക്കുന്ന ഒരു ഉമ്മയാണ്. ഏതൊരു കുട്ടിനെയും സ്കൂളിലേക്ക് വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് യൂണിഫോമൊക്കെ റെഡിയാക്കി പറഞ്ഞയക്കുന്ന ഒരു ഉമ്മ. അന്ന് ആ ഉമ്മ ആ മക്കളെ പറഞ്ഞയച്ചത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയിലേക്ക്. പടച്ചറബ്, എന്നാൽ ഉമ്മയുടെ ആ നിമിഷം ഉമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയത് അവരാരോടും ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്, കണ്ടു നിന്ന ആളുകൾ പറയുന്നത്. അവർക്കെല്ലാം ചുംബനങ്ങൾ നൽകിയ സഹോദരി ഇസയും ചുംബനം നൽകി. അവരെ പിന്നീട് അവർ നേരത്തെ കളിച്ചുല്ലസിച്ച് അബുദാബിയിലേക്ക് പോയ അതേ വഴി അവരെ വെക്കേഷൻ ആഘോഷിക്കാനാണ് ലിവ ഫെസ്റ്റിവൽ കാണാൻ മരുഭൂമിയിലെ കാറോട്ട മത്സരങ്ങൾ കാണാൻ വേണ്ടി ആ വഴി പോയത്. അവർ സന്തോഷത്തോടെ ആയിരുന്നു. ആ 5 മക്കളും അവരുടെ കൂടെ ഹൗസ് മെയ്ഡും വാപ്പയും ഉമ്മയും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വാഹനം ഓടിച്ചോരാ. തിരിച്ചു വരുന്നൊരു സമയത്താണ് ഈ അപകടം ഉണ്ടായത്. ആ അപകടം നടന്നത് ആ സന്തോഷത്തോടു കൂടി പോയ ആ വഴിയിലൂടെ ഇന്ന് ആ മക്കളും അവരാ കഫംപുടയിലാണ് ആ അതേ വഴിയിലൂടെ യാത്ര പോയത്. ആ യാത്ര പോയപ്പോഴാണ് അബ്ദുൽ ലത്തീഫ് പറഞ്ഞത്, എനിക്കിവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല, എനിക്കെൻ്റെ മക്കളെ ഖബറടക്കുന്നത് കാണണം. ഇത് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, അങ്ങനെ അത് നടക്കില്ല, നിങ്ങളിവിടെ അഡ്മിറ്റാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം അതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ അവസാനമായിട്ട് യാത്രയാക്കുന്നത് കാണാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ പിതാവിനെ വീൽ ചെയറിൽ അവിടെ കൊണ്ടുവന്നു. ആ ഒരു കാഴ്ച കണ്ടിട്ട് ഹൃദയമുള്ള ഒരാളും കണ്ണുനീരിറ്റി വീണിട്ടല്ലാതെ ആ മണ്ണിൽ നിന്ന് തിരികെ പോയിട്ടുണ്ടാവില്ല. അള്ളാഹു ആ കുഞ്ഞുങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയെ ആലോചിച്ച് നോക്കുന്നത്, ആ മക്കൾ അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ചുംബനം നൽകുമ്പോൾ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉള്ളിലുണ്ടാവുക ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രക്കുള്ള വസ്ത്രങ്ങൾ ഒടിപ്പിച്ചുള്ളൊരു യാത്രയപ്പായിരിക്കും. അപ്പോഴും ആ ഉമ്മാക്ക് കരയാൻ പോലും കഴിയാതെ മരവിച്ചു പോയൊരുമ്മ, അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു പ്രതിഫലം. ഹദീസിലൊരു സംഭവമുണ്ട്. അബൂ ഹസൻ റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സന്ദർഭമുണ്ട്, എൻ്റെ 2 മക്കൾ മരണപ്പെട്ടു, സ്വർഗത്തിൽ എൻ്റെ മക്കൾക്ക് എന്ത് സ്ഥാനം കിട്ടുമെന്ന് ഹബീബായ നബി വല്ലതും പറഞ്ഞ് നിങ്ങൾക്കറിയാമോ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ആ മക്കളൊക്കെ നാളെ സ്വർഗത്തിലെ ദആമീസുകളായിരിക്കും. ദആമീസ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പദമാണ്. അതായത് ഈ മക്കള് നാളെ ഈ മാതാപിതാക്കള് ആഖിറത്തിൽ ഹിസാബിന്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ മരണപ്പെട്ടു പോയി ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കൾ ഓടി വന്നിട്ട് ആ വാപ്പാൻ്റെയും ഉമ്മാനും ഡ്രസ്സുമങ്ങളിൽ കയറി പിടിക്കോത്തേ, പിടിച്ചിട്ട് വിടൂല. എന്നിട്ട് അള്ളാഹിനോട് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിലാക്കിയിട്ട് ഞങ്ങൾ പിടിവിടുള്ളൂ എന്ന് പറയും. അവരാ പിടിവിടണം എന്നുണ്ടെങ്കിൽ ഒരു വിചാരണയും ഇല്ലാതെ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും ഈ സ്വർഗത്തിലാക്കിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ ഓർഡർ ഇറങ്ങും അവരെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇത് ഹദീസിലുള്ളൊരു സംഭവമാണ്. ദാമീസ് എന്ന് പറഞ്ഞാൽ ശലഭങ്ങളെന്നോ ചെറുപക്ഷികളെന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ മാതാപിതാക്കൾ റുക്സാന, അബ്ദുൽ ലത്തീഫ് എന്ന ഉമ്മയും ഉപ്പക്കും അള്ളാഹു ഇപ്പം അനുഭവിക്കുന്ന സങ്കടത്തിന്
കാരണം നമുക്കൊരു വിശ്വാസമാണ്, നമ്മൾ ആഖിറം എന്നൊരു ലോകമുണ്ട്, നമുക്ക് ഹിസാബ് എന്നൊരു അവസ്ഥയുണ്ട്, സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. അവർക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു വേദന ലോകത്ത് ഒരു മാതാവും പിതാവും അനുഭവിക്കാത്തൊരു വേദന. കാരണം 5 മക്കളുമായിട്ട് സന്തോഷത്തോടു കൂടി പോയ ആളുകൾ തിരികെ വരുന്നത് ആ 4 മക്കളെ കഫംപുടയിലാക്കിയിട്ട് അതേ വഴിയിലൂടെ വരേണ്ടി വരുന്നൊരു സാഹചര്യം. ആ ഉമ്മനെ എന്ത് വാക്ക് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുക? അപ്പൊ ആ ഉമ്മാക്ക് പടച്ച റബ്ബ് കൊടുക്കുന്നൊരു പ്രതിഫലമാണ്. ദാമീസുകളായിട്ട് ആ വസ്ത്രത്തിൽ അവർ പറ്റിച്ചേർന്ന് പിടിച്ചിട്ട് പറയും, ഈ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെ സ്വർഗത്തിലാക്കിയിട്ടേ ഞങ്ങളെ പിടിവിടുള്ളൂ. അള്ളാഹു പറയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോ. ശലഭങ്ങളായിട്ട് മാറും ആ കുട്ടികൾ. അതുകൊണ്ട് ആ ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു ആശ്വാസം പടച്ച റബ്ബ് കൊടുക്കണം. അതാ വേറൊരു സംഭവം പറയുന്നുണ്ട് വേറൊരു ഹദീസിൽ. അതായത് ഒരു ചെറിയ കുട്ടിയുടെ റൂഹ് പിടിച്ചപ്പോൾ അള്ള ചോദിക്കുമത്രേ മലക്കിനോട്, നീ ആ ചെറിയ കുട്ടിയുടെ റൂഹാണ് പിടിച്ചതല്ലേ? അപ്പോൾ മലക്ക് പറയും അതെ. അസ്രായീൽ പറയും അതെ. ഇതിപ്പോൾ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, പക്ഷേ ആ സംഭാഷണം ഇങ്ങനെയാണ്. അതും ചോദിക്കോത്രേ, നീ ആ ചെറിയ കുട്ടിയുടെ റൂഹ് പിടിച്ചല്ല. അങ്ങനെ 3 തവണ ആവർത്തിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഈ മാലാഖ, അസ്രായീൽ എന്ന മാലാഖ പറയും അതെ. അപ്പൊ ആ സമയത്ത് വേദനയോടുകൂടി ആ ഉമ്മയും ഉപ്പയും എന്താണ് പറഞ്ഞത്? സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയ സമയത്ത് ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രതികരണം എന്തായിരുന്നു? അപ്പൊ മലക്കുകൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അവർ പറഞ്ഞത്. പടച്ച റബ്ബേ, ഞങ്ങളും നിന്നിലേക്കാണ് മടങ്ങുന്നത്. ഇത് കേൾക്കുമ്പോൾ അള്ളാഹു പറയും, അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം, വളരെ വലിയൊരു ഭവനം, ഒരു കൊട്ടാരം പോലെയുള്ള ഒരു വീട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറയും. ഹദീസ് ഗ്രന്ഥങ്ങൾ പറഞ്ഞ സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ വലിയൊരു വേദന. ഞാൻ ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വലിയൊരു സങ്കടമാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ആ മയ്യിത്തൊന്നൊരു നോക്ക് കാണാൻ വേണ്ടി വന്നത്. അവിടെ റോഡ് ബ്ലോക്ക് ആവും. നമ്മുടെ അവിടുത്തെ പോലെ അവിടെ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് റോഡ് ബ്ലോക്ക് ആവുന്ന സന്ദർഭങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ കുരുന്നുകൾക്ക് യാത്രയപ്പ് നൽകാൻ വേണ്ടിയിട്ട് വന്ന വാഹനങ്ങളുടെ തിരക്കുകൾ കാരണം അവിടെ റോഡ് ബ്ലോക്കായി. പല ആളുകൾക്കും മയ്യിത്ത് നിസ്കരിക്കുന്നിടത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കാണുന്നൊരു കാഴ്ച, ആ അവസാനം ആ വിടവാങ്ങലിന് വേണ്ടി വന്ന ആ വീൽ ചെയറിൽ വന്ന ഉപ്പാനെ ഓരോരുത്തരും വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ അവരോട് എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ട്. പക്ഷെ ആ ഉള്ളിലുണ്ടാവുക എന്താണ്? ആ വീട്ടിലെ കളിച്ചിരികളുമായിട്ട് നടന്നിരുന്ന ഒരു 4 മക്കൾ. ഇവരെ സ്കൂളിലെ അധ്യാപകർ പറയുന്നുണ്ട്, ഇവർ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപകർ പറയുന്ന ഇത് ഞാൻ ഇതിൽ കണ്ടു, ഒരു അറബ് മീഡിയയിൽ ഞാൻ കണ്ടു. ഇവർ ഈ ചെറിയ കുട്ടികളെ, മുതിർന്ന കുട്ടികളെ തന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന മക്കളാണ് അത്രേ. ഈ കുട്ടികൾ, ഈ മരണപ്പെട്ട അഫാൻ എന്നൊരു 14 വയസ്സുള്ള കുട്ടി, അമ്മാർ എന്ന 12 വയസ്സുള്ള കുട്ടി, അല്ല അൻസാം എന്നൊരു 8 വയസ്സുകാരൻ, അയാഷ് എന്ന ഒരു 5 വയസ്സുകാരൻ, ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്ന വല്ലാത്ത സ്നേഹമുള്ള കുട്ടികളാണ്. സ്പോർട്സിലൊക്കെ ഭയങ്കര തൽപരരാണ് ഈ കുട്ടികൾ. ആ സ്കൂളത്തെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരിക. കാരണം അവരെ കൂടെ ഇരുന്നിരുന്നൊരു കുട്ടികളാണ് ഒരു നിമിഷം കൊണ്ടില്ലാതായത്. നമ്മൾ ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിൽ. അതായത് എപ്പോഴും നമ്മുടെ മുന്നിൽ എപ്പോഴും ഉറപ്പുള്ളൊരു സംഗതി എന്ത് മാത്രമേ ഉള്ളൂ? മരണം മാത്രമേ ഉള്ളൂ. പിന്നെ ആത്മീയമായിട്ട് ഇതിൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും നമ്മുടേതല്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല. നമ്മുടെ മക്കൾ അള്ളാഹു തന്ന ഔദാര്യ, അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ മാർഗമൊന്നുമില്ല. നമ്മുടെ കയ്യിലല്ലാത്തപ്പോൾ നമ്മൾ എത്രയൊക്കെ പെരുന്നാൾക്ക് നമ്മൾ പുതിയ വസ്ത്രം എടുക്കണേ, ആ പുതിയ വസ്ത്രം കുറേ കഴിയുമ്പോൾ അത് സാധാ വസ്ത്രമായിട്ട് മാറിയിട്ട് നമ്മൾ വേറെ വല്ല പരിപാടിക്ക് പോകുമ്പോഴും പതിയെ നമ്മളത് ഉപേക്ഷിക്കും. എത്ര ചെരുപ്പുകൾ നമ്മളങ്ങനെ പുതുത് വാങ്ങുന്നു, പഴയത് കളയുന്നു. ഇതേപോലെയാണ് നമ്മുടെ കൂടെയുള്ള ഓരോന്നാണ് നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ. നമ്മൾ വിവാഹം കഴിച്ചു പോകുമ്പോൾ നമുക്കിടയിലേക്ക് വരുന്ന ചില സന്തോഷങ്ങളാണ് നമ്മുടെ മക്കൾ, അല്ല നൽകുന്ന ഔദാര്യങ്ങൾ. അത് പൊടുന്നൻ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്സഹായരാണ്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നലെ വീഡിയോയിൽ പലരും പറഞ്ഞിരുന്നു, ഈ റുക്സാൻ എൻ്റെ സുഹൃത്താണ്, ഞങ്ങളുടെ കുടുംബമാണ്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇവരുടെയൊക്കെ കുടുംബങ്ങളോ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ ആണ്. പിന്നെ പലർക്കും സങ്കടം, നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും മയ്യിത്തൊരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്തായാലും നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മുടെയൊക്കെ എന്തോ ഒരു പ്രിയപ്പെട്ട ആളുകളെ പോലെയാണ് ആ കുട്ടികളെ കാണുമ്പോൾ തോന്നിയത്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. ആ മാതാപിതാക്കൾ നാളെ വരുന്ന സമയത്ത് അവരെ ഡ്രസ്സിൽ പറ്റിച്ചേർന്ന് ദാമീസുകളായിട്ട്, ഒരു പൂമ്പാറ്റകളായിട്ട്, ശലഭങ്ങളായിട്ട് ആ വാപ്പാനിമാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തിരക്ക് കൂട്ടുന്ന ഒരു വിഭാഗം എന്ന സമ്മാനമായിട്ട് അള്ളാഹു അവർക്ക് മാറ്റും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ആത്മീയമായൊരു സന്തോഷം. ഇപ്പം നമുക്ക് ഭൗതികമായിട്ട് വലിയ സങ്കടമാണ്.
ഒരു പരിചയമില്ലാത്ത നമുക്ക് തന്നെ സങ്കടമുണ്ട്. അപ്പോൾ ആ വീട്ടുകാരും പരിചയക്കാരും പ്രിയപ്പെട്ട് അനുഭവിക്കുന്ന ഒരു വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു കാഴ്ച. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഉംറ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകും മരണപ്പെട്ട ആളുകളുടെ ഒരു 4 മലയാളികൾ ഉണ്ടായിരുന്നല്ലോ. ആ 4 മലയാളികളുടെ മയ്യത്ത് ഇന്ന് സുബഹിക്ക് ശേഷമാണ് മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കിയിട്ടുള്ളത്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ഒരു ചോദ്യം ചോദിച്ചു, ഒരു ഫോട്ടോ കാണിച്ചത് ആരായിരുന്നു എന്നുള്ളത്. ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി എന്നുള്ളതാണ്. പല ആളുകളും അതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതി. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വ്യക്തി ഇതൊരു മുൻ മന്ത്രിയായിരുന്നു, ആ വിഭാഗക്കാരുമായിട്ട് സൗഹൃദമുണ്ടായിരുന്ന ഒരു മന്ത്രി കൂടെയാണ്. ഇന്നലെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന മുൻ മന്ത്രിയുടെ പേരെന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.